എനിക്ക് ഈ പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകരുടെ പണി അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായി. ഈ കടുകട്ടി മലയാളം ഈ റോഡ് സൈഡിൽ വെയിലത്തും ഇതിലൊക്കെ നിന്ന് സംസാരിക്കുന്നത് TV-യിലൂടെ ഇരുന്ന് രണ്ട് എക്സ്പീരിയൻസേ ഉള്ളൂ. പക്ഷെ അത് ചെയ്തപ്പം അത്യാവശ്യം കറക്റ്റ് ലൈവ് ലൊക്കേഷൻസിൽ വെച്ചൊക്കെ തന്നെയാണ് ഏകദേശം അത് ഷൂട്ട് ചെയ്തേക്കണേ. അപ്പം അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി മനസ്സിലായി. പ്ലസ് ഈ സിനിമ അത്രയും സീരിയസ് ആയ ഒരു സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടും പിന്നെ ഒരു വലിയ ടീം, വലിയ കാസ്റ്റ്, ഒരുപാട് ക്രൂ ഉള്ള ഒരു സിനിമയായിട്ട് വർക്ക് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ലൈവ് കുറച്ച് ഡയലോഗ് ലെന്തി വരുന്നുണ്ടല്ലോ, അതെങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നമ്മൾ കുറെ കാണിക്കുന്നുണ്ട്. സീരിയസ്ലി പറയാം, ഞങ്ങളൊക്കെ പറയുമ്പോൾ അത് അഭിലാഷൻ മറ്റേ രാവിലെ സ്ക്രിപ്റ്റ് വരുന്ന ടൈപ്പ് ഒരു തിരക്കഥാകൃത്താണ്. അപ്പം എനിക്ക് തലേദിവസം തന്നിരുന്നു സ്ക്രിപ്റ്റ്. പക്ഷെ രാവിലെ ഞാൻ അത് പഠിച്ചിട്ട് പോയപ്പം വിഷ്ണു ചേട്ടൻ പറഞ്ഞു, അയ്യോ അപ്പം ഇതാണോ പഠിച്ചത്, ഇത് നമ്മൾ കട്ട് ചെയ്താണ്, ഇതിന്റെ ബാക്കിൽ വേറെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അത് വായിച്ചപ്പോഴാണ് മറ്റേ എന്തായിരുന്നു, കാപട്യം നിറഞ്ഞ അധികാര നിയമ രാഷ്ട്രീയത്തിന്റെ വികൃതമായ മുഖത്തേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇങ്ങനത്തെയൊക്കെ ഇതിനു മുമ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് ഓർക്കും, കാരണം അന്ന് ഞാൻ മറ്റേ ഇവർക്ക് ഒരു 20 മിനിറ്റ് അല്ലാണ്ട് അവർ പെർമിഷൻ ഉള്ളൂ. അത് അപ്പൊ തന്നെ ഷൂട്ട് വേഗം വേഗം സമയം, ഈ മനുഷ്യൻ അവിടെ കാണാനില്ല, ഇടയ്ക്ക് എങ്ങാണ്ട് ആ വഴി പോയി. അപ്പൊ അതിനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അന്ന് പഠിച്ചാൽ എളുപ്പമല്ല ചേട്ടാ, കഷ്ടമാണ്. ഇല്ല, ഇത് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ പടം വർക്കായ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അപ്പൊ അതില് നീ ആയിരിക്കും പറഞ്ഞു പോയിട്ടുണ്ട്, മനസ്സിലാവല്ലേ ലാസ്റ്റ് ക്ലൈമാക്സിൽ? അല്ല, അത് ചിലപ്പോ ഞാൻ അല്ലെങ്കിൽ അതാണ് ഇപ്പം എഴുതിയൊക്കെ വരുമ്പോ അവര് വേണ്ട വേറെ നടക്കിടയില്ല. അപ്പൊ പടം ഹിറ്റായപ്പോഴേക്കും ഞാൻ വിളിച്ചേട്ടാ സെക്കൻഡ് പാർട്ട് എപ്പോഴാണ് ചോദിച്ചു. ഉണ്ടാവും പറയാം. അപ്പോഴേക്കും ആടിന്റെ പരിപാടി ഓണായത്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഷൂട്ട് ഉണ്ടായുള്ളത്, ഒരു വൈകുന്നേരം പോയിട്ട് രാത്രി 1:30 തീർന്നു. ഞാൻ ഇത്രയും പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര റിസർച്ച് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിച്ചിട്ട് ചെയ്ത ഒരു ക്യാരക്ടർ ഹോസ്റ്റലറിന്റെ ക്യാരക്ടർ. കാരണം ഒറ്റ ദിവസം, ബാക്കിയുള്ള 3 ദിവസം 4 ദിവസം ഇങ്ങനെ പതുക്കെ ട്രാക്കിലാവും. ഡയറക്ടറിന് എന്താ വേണ്ടെന്നുള്ള രീതിയിൽ സമയമില്ല. അപ്പുറം ട്രാക്കിലാകുമ്പോഴേക്കും ഞാൻ ബാക്കപ്പ് ആവും. അപ്പോൾ കുറച്ചധികം ഒരു 1.5-2 ആഴ്ചത്തോളം ഞാൻ ഇതിനെപ്പറ്റി കുറച്ചധികം പണിയെടുത്തായിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് ആയിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പൊ സന്തോഷമുണ്ട്.